എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയോട് കയർത്ത് തന്നെ സംസാരിക്കുവാണ് അനന്തും ലേഖയും. കണ്ണനാണെങ്കിൽ പാവം നോക്കിയിരിക്കുവാണ്. എന്നിട്ട് ലേഖ പറയുവാണ്, ഇറങ്ങി പോവാൻ പറയുവാണ് മഹാലക്ഷ്മിയോട്. മഹാലക്ഷ്മിയാണെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. മഹാലക്ഷ്മി പറയുവാണ്, അല്ലെങ്കിൽ ഞാൻ പോവാണ്, ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പരസ്പര വിശ്വാസമാണ് ഒരു ദാമ്പത്യത്തിന്റെ ഒരു അടിത്തറ. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പോവാണ്. എന്നിട്ട് മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ഞാൻ ഇവിടുന്ന് പോയാലും ഇവനെ ഇവിടെ നിർത്തല്ല, ഇവൻ ആള് ശരിയല്ല, ഇവനെ ഫിനാൻസിൽ നിന്ന് പറഞ്ഞു വിടണം, ഇവൻ നമ്മളുടെ സ്ഥാപനം നശിപ്പിക്കും. അപ്പൊ അനന്തു പറയുവാണ്, മഹാലക്ഷ്മി പൊയ്ക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും കണ്ണനും ലേഖയൊക്കെ ഉണ്ടെന്ന് പറയുവാണ്. ഞങ്ങൾക്ക് സാഗർ അത്രയ്ക്ക് വിശ്വസ്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് സാഗറിനെ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സാഗറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, മഹാലക്ഷ്മിയെക്കാളും വിശ്വാസമാണ്, സാഗർ വിശ്വസ്തനായ ഒരു എംപ്ലോയി ആണ് അവിടുത്തെ എന്നൊക്കെ പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മിയെ കുറച്ച് വിഷമങ്ങൾ പറയുവാണ്. അതായത് വളർന്നു വന്ന സാഹചര്യവും ആകെ ജീവിതത്തിൽ കൂട്ടായത് അമ്മയും ദൈവങ്ങളും മാത്രം ഉള്ളായിരുന്നു. അല്ലേലും എനിക്കറിയാം, ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോകത്തേ ഉള്ളൂ. എൻ്റെ അച്ഛൻ ആദ്യമേ പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പച്ചപ്പ് കണ്ടത് കണ്ണേട്ടൻ്റെ കൂടെ വന്നേ പിന്നാണ്. പക്ഷെ അതും എനിക്ക് നഷ്ടമാകുവാണ്. അതുകൊണ്ട് ഞാൻ പോവാൻ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ പോയാലും കണ്ണേട്ടന് ഒരു കാര്യം ചെയ്യണം, തോമസ് വൈദ്യന്റെ ചികിത്സ ഒരിക്കലും മുടക്കല്ല്, അവിടെ പോണം. ഞാൻ ഇത്രയും നാളും കണ്ണേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ബാക്കി കാലം ജീവിക്കാൻ വേണ്ടി. എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് തോന്നാം. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എല്ലാം എന്നോട് ദ്രോഹം ചെയ്തിട്ടുള്ളൂ. അതുമല്ല, എന്നിട്ട് മഹാലക്ഷ്മി പറയുവാണ്, ഇവൻ എൻ്റെ കാലെ കയ്യെ പിടിച്ചു പറഞ്ഞു, കണ്ണസാറിനോട് പറയല്ലേ, എൻ്റെ ജോലി കളയില്ലെന്ന് കാലെ കയ്യെ പിടിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ആരോടും പറയാഞ്ഞത്. ഞാൻ വളർന്നു വന്ന സാഹചര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ കരഞ്ഞോണ്ടാണ് പറയുന്നത്, വളർന്നു വന്ന സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാവരോടും സഹിച്ചും ക്ഷമിച്ചും, ദ്രോഹിച്ചവരെയും ഉപദ്രവിച്ചവരെയും അടിച്ചവരോടെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവരോട് ശത്രുതയൊന്നും മനസ്സിൽ വെക്കാതാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇവന്റെ നാടകത്തിൽ ഞാൻ വീണുപോയി. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇവനെ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴും അനന്തു പറയുന്നുണ്ട്, മഹി പൊയ്ക്കോ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്കറിയാം, സാഗർ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വസനാന്നൊക്കെ പറയുവാണ്. മഹാലക്ഷ്മിയാണെ കണ്ണനെ നോക്കി നോക്കി കരയുവാണ്. കണ്ണനാണെങ്കിൽ ഫേസ് കൊടുക്കുന്നില്ല മഹാലക്ഷ്മിക്ക്. എന്നിട്ട് മഹാലക്ഷ്മി ലാസ്റ്റിലാണെങ്കിൽ കാലിലോട്ട് വീഴുവാണ്. കാലേ വീണിട്ട് മഹാലക്ഷ്മി കണ്ണന്റെ കാല് തൊട്ട് തൊഴുവാണ്. കണ്ണനാണ് ഇടയ്ക്കിടയ്ക്ക് അനന്തുവിനെ ലേഖ നോക്കുന്നുണ്ട്. അനന്തുന്റെ ലേഖയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും. സാഗർ ആണെങ്കിൽ മഹാലക്ഷ്മി ഈ കഥകളൊക്കെ പറയുമ്പോൾ സാഗർ അങ്ങ് പുച്ഛിക്കുവാണ്. സാഗർ അങ്ങ് ഭയങ്കര അഭിനയവും പുച്ഛമാണ്. മഹാലക്ഷ്മി ഇങ്ങനെ ഈ കഥകൾ പറയുവാണല്ലോ, മഹാലക്ഷ്മിയുടെ ലൈഫിന്റെയും വിഷമതകളും ഒക്കെ പറയും. അപ്പം സാഗർ പുച്ഛിക്കുവാണ്. അങ്ങനെ കാലേ വീണിട്ട് കാലേ തൊട്ട് തൊഴുതിട്ട് മഹാലക്ഷ്മി ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ അനന്തു വിളിക്കും, മഹാലക്ഷ്മി അവിടെ നിന്ന് നിന്നേന്ന് പറയും. എന്നിട്ട് ലേഖ പോയി പറയും, ഇത്രയും നേരം മഹാലക്ഷ്മി ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞു, ഞങ്ങൾ അത് വിശ്വസിച്ചു. പക്ഷെ എന്താ നടന്നതെന്നും കൂടെ ഒക്കെ നമുക്കൊന്ന് അറിയണമല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ പോവണ്ടെന്ന് പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മി എന്തിനാന്ന് ചോദിക്കുവാണ്. വാ വാ ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞു ലേഖയാണെങ്കിൽ വിളിച്ചോണ്ട് പോവാണ്. പോയപ്പോഴത്തേനും അനന്തു ആണെങ്കിൽ സാഗറിനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ്, സാഗർ വിഷമിക്കണ്ട കേട്ടോ, സാഗറിനെയാണ് ഞങ്ങൾക്ക് വിശ്വാസം, എന്നാലും നമ്മൾ നടന്നത് എന്താന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ലേഖയോട് പറയുവാണ്, ആ ടി വി ഓണാക്കാൻ പറയുവാണ്. ആ ടി വി ഓണാക്കുമ്പം കാറിൽ വെച്ച് സാഗറാണെങ്കിൽ മഹാലക്ഷ്മിയെ പുറകോട്ടൊക്കെ നോക്കി ഓരോ ആംഗ്യമൊക്കെ കാണിക്കുമല്ലോ, അതും ഈ സംഭവം നടന്നതെല്ലാം ആ ടി വി കാണുവാണ്. ഇത് കണ്ടതും കണ്ണനാണ് അലറി വിളിച്ചിട്ട്, എടാ നീയാണല്ലേ ഇതിനെല്ലാം കാരണം, നീ എന്നും പറഞ്ഞ് കണ്ണൻ അലറി വിളിക്കുവാണ്. സാഗർ അപ്പൊ തന്നെ കുത്തിനെങ്ങ് പിടിച്ചിട്ട് സാഗറും കണ്ണനും കൂടി ഇഷ്ടം പോലെ ഇടി കൊടുത്തു. മഹാലക്ഷ്മിയോട് കൊടുക്കാൻ പറഞ്ഞു. മഹാലക്ഷ്മി തലങ്ങും വിലങ്ങും സാഗറിട്ട് കൊടുത്തു, ഇഷ്ടം പോലെ അടി കൊടുത്തു. എന്നിട്ട് അവര് സാഗറാണെങ്കിൽ ഇല്ലാണ്ടായിപ്പോയി. ആരാടാ ഇതിന്റെ പുറകിൽ എന്ന് ചോദിച്ചു. ആരുമല്ല സാറേ, ഞാൻ തന്നെ ഉള്ളൂ എന്നൊക്കെ പറയുക. അപ്പൊ കണ്ണൻ ചോദിക്കുകയാണ്, അല്ലെങ്കിലും ഇങ്ങനെയാണ്, ആർക്കെങ്കിലും ഒരു വയ്യാഴികയോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ ഉണ്ടെങ്കിൽ ചില അവന്മാരുണ്ട് ഇങ്ങനെ ഭാര്യമാരെ വീഴ്ത്താനും ആ ഒരു പ്രശ്നങ്ങൾ അത് ദുരുപയോഗപ്പെടുത്തി അവരോട് സ്നേഹം കാണിച്ച് വശീകരിക്കാനും ആ ഒരു സിറ്റുവേഷൻ മുതലെടുക്കാനും ഒക്കെ നിന്നെ പോലുള്ള ഒരുപാട് അവന്മാരുണ്ട്. ഗൾഫിൽ താമസിക്കുന്ന ഭാര്യമാരുടെ അടുത്ത് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ ഈ വയ്യായ്മയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണൻ സംസാരിക്കുവാണ്. ഇഷ്ടം പോലെ ഇടി കൊടുക്കുന്നുണ്ട് സാഗർ അങ്ങ് ഇല്ലാണ്ടായി. പക്ഷെ സാഗർ മേഘന്റെ കാര്യം പറയുന്നില്ല, ആരെന്നൊന്നും പറയുന്നില്ല. അപ്പൊ സംഭവിച്ചത് എന്താന്ന് ഇവര് പറയുവാണ്.
ആദ്യമേ തന്നെ ആദ്യമേ കാറിൽ വെച്ചു. അനന്തുവിന്റെ ഡ്രൈവർ പോയിട്ട് കണ്ണന്റെ ഡ്രൈവറോട് പറയുന്നുണ്ട്, ഈ കാർ ഒന്ന് നോക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കയറി നോക്കിക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ കയറി നോക്കിയിട്ട് ഈ ഡ്രൈവർ എന്ത് ചെയ്തു, ക്യാമറ ആദ്യമേ കാറിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനന്തവും ലേഖയും കൂടെ സ്വർണം വെക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും മഹാലക്ഷ്മി പറയുന്നുണ്ട്, വാ ലേഖേ, അനന്തുവേട്ടൻ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയി ലോക്കറിൽ സ്വർണം വെച്ചിട്ട് വരാമെന്ന് പറയുവാണ്. ആ സമയത്ത് അവിടെ ഒരു ക്യാമറ അനന്തു ചെടിയുടെ ചട്ടിക്കകത്ത് വെക്കുന്നുണ്ട്. അപ്പം രണ്ടിടത്തും അനന്തു ക്യാമറ വെച്ചു. എന്നിട്ട് അനന്തുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ഇതെല്ലാം കണ്ട് സാഗർ അകപ്പാടെ തകർന്ന് തരിപ്പണമായി. സാഗറിനെ ആട്ടിപ്പായിക്കുവാണ്. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ലേഖയും എല്ലാം കൂടെ തള്ളിവിടാം. മഹാലക്ഷ്മിയാണെ പിന്നെയും പിന്നെ അടി കൊടുത്തിട്ട് സാഗറിനെ കുത്തിന് പിടിച്ചെടുത്ത് ഇറക്കി ഒരൊറ്റ തള്ളാണ് കാറിന്റെ അടുത്തോട്ട്. എന്നിട്ട് എല്ലാവരുടെ പോടാ പോടാ പോടാന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി. അങ്ങനെ സാഗറാണെ ഓടി പോവാണ്. എന്നിട്ട് തിരിഞ്ഞു മഹാലക്ഷ്മി പറയുവാണ്, എന്നാലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ഇത്രയും പരീക്ഷിക്കണമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പരീക്ഷണം ഏറ്റെടുത്തിട്ടില്ല എന്നൊക്കെ പറയുവാണ്. അപ്പൊ എന്നിട്ട് കണ്ണനെ വിശ്വാസം ഇല്ലായിരുന്നില്ലേ ചോദിക്കുവാണ്. ഇങ്ങനൊരു പരീക്ഷണം വേണമായിരുന്നു എന്നെ വിശ്വസിക്കാനും ചോദിക്കുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, മഹി, എനിക്കൊരു വിശ്വാസക്കുറവില്ലായിരുന്നു, ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചു, ഞാനും അനന്തു ലേഖയുമായിട്ട്. എനിക്ക് മഹാലക്ഷ്മിയെ 100% വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്കൊരു ഡൗട്ട്. അപ്പൊ അനന്തു പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയണമായിരുന്നു കണ്ണന്റെ ഭാര്യ എങ്ങനെയുള്ളതാ, വിശ്വസിക്കാൻ കൊള്ളാമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയണമായിരുന്നു. അതിൻ്റെയും കൂടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പണി കാണിച്ചത്. ഞങ്ങളെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഹർത്താലിൻ്റെ അന്ന് മഹാലക്ഷ്മിയെ കൂടെ വിട്ടതെന്നും എല്ലാം അനന്തു പറയുവാണ്. പക്ഷെ മഹാലക്ഷ്മി ആകെ തകർന്ന് തരിപ്പണമായി. മഹാലക്ഷ്മി പിന്നെയും അടുത്ത ദിവസത്തെ പ്രമോയി കാണിക്കുന്നത് മഹാലക്ഷ്മി വീട്ടിൽ പോവാന്ന് പറയുന്നതാണ്. അപ്പൊ എന്നിട്ട് വീട്ടിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, മഹാലക്ഷ്മി അങ്ങ് മനസ്സങ്ങ് മടുത്തു, അങ്ങനെയൊക്കെ പറയുവാണ്. അപ്പം എന്തായാലും പോകത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്ന എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് പ്രമോ എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കുവാണ്. എല്ലാവരുടെ ദുർഗയും മേഘനും മഞ്ജു കരുണയെല്ലാം കൂടെ ഉണ്ണിയില്ല, അടിച്ചു പൊളിക്കുവാണ്. അവര് ആഘോഷിക്കുവാണ്. മഹാലക്ഷ്മി വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഇതറിഞ്ഞിട്ട്. കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ മേഘനൊന്നും. സാഗറൊന്നും അടുത്ത എപ്പിസോഡിൽ വിളിച്ച് പറയുമായിരിക്കും. അങ്ങനെ അവരും ആഘോഷിക്കുവാണ്. ഇതാണ് അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്